ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പലർക്കും യൂട്യൂബ് ചാനലുണ്ട്. എന്നാൽ യൂട്യൂബ് ചാനലുള്ള പലർക്കും അറിയാത്തൊരു കാര്യമാണ് യൂട്യൂബിൽ രണ്ട് കാറ്റഗറി അല്ലെ രണ്ട് ടൈപ്പ് ചാനൽ ഉണ്ട് എന്നുള്ളത്. ഒന്നാമത് പേഴ്സണലും രണ്ടാമത് ബ്രാൻഡഡും. എന്താണ് പേഴ്സണൽ, എന്താണ് ബ്രാൻഡഡ്, അല്ലെങ്കിൽ പേഴ്സണലിന്റെ എന്തൊക്കെ ലിമിറ്റേഷൻസ് ആണ് ഒരു ചാനലിനുള്ളത്? നമുക്ക് ആദ്യം പേഴ്സണൽ ചാനലിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഒന്നാമത്തെ ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത് നമുക്ക് ആഡ് മാനേജേഴ്സ്, അതായത് മാനേജേഴ്സിനും എഡിറ്റേഴ്സിനും ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം പല ചാനൽസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മളെ കൊളീഗ്സ് അല്ലെ സ്റ്റാഫ് അല്ലെ ഫ്രണ്ട്സിനൊക്കെ മാനേജേഴ്സ് അല്ലെ എഡിറ്റേഴ്സ് ഒക്കെ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. പലപ്പോഴും നമുക്ക് പോസ്റ്റ് ചെയ്യാനും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും ഇത് മാനേജ് ചെയ്യാനും കമന്റിന് റിപ്ലൈ കൊടുക്കാനും ഒന്നും ടൈം ഇല്ലാത്ത സമയത്ത് നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യാറുണ്ട്, മാനേജേഴ്സ് എഡിറ്റേഴ്സ് ഒക്കെ ആയിട്ട് മറ്റു പലരെയും നമ്മൾ ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്യാൻ നമുക്ക് പേഴ്സണൽ ചാനലിൽ പോസിബിൾ അല്ല. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഒരു ഓണർഷിപ്പ് ഇൻ ഫ്യൂച്ചറിൽ വേറെ ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് പേഴ്സണൽ ചാനലിൽ പോസിബിൾ അല്ല എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഇതിന്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലുള്ള രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ചാനലിന്റെ നെയിമും ഇമെയിൽ, നമ്മൾ ആ ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്ത ഇമെയിലിന്റെ നെയിമും സെയിം ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ചാനലിന്റെ പിക്ചറും, അതായത് ചാനലിന്റെ പ്രൊഫൈൽ ഇമേജും ജിമെയിലിന്റെ പിക്ചറും സെയിം ആയിരിക്കും. ഓക്കെ. പിന്നെ നാലാമത്തെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മളെ ചാനൽ, ആ ചാനൽ പേഴ്സണൽ ചാനൽ ആണെന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ആയി പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് റിക്കവർ ചെയ്യാൻ പറ്റില്ല, അതൊരു തിരിച്ചെടുക്കാൻ പറ്റില്ല, അതൊരു പേഴ്സണൽ ചാനൽ ആണ് എന്നുണ്ടെങ്കിൽ. ഓക്കെ, അതാണ് ഇതിന്റെ നാലാമത്തെ ഒരു ലിമിറ്റേഷൻ. അപ്പൊ ഈ ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രാൻഡഡിലേക്ക് അല്ലെങ്കിൽ ബ്രാൻഡഡ് ചാനലായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ രണ്ട് കാര്യങ്ങൾ, അതായത് നിങ്ങളിപ്പോൾ പേഴ്സണൽ ചാനലാണ് നിങ്ങൾക്ക് അത് കൺവേർട്ട് ചെയ്യണം. പക്ഷെ അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പോകുന്നതിന് മുന്നേ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഒന്നാമത്, നിങ്ങൾ ഇങ്ങനെ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതുവരെ വന്ന കമന്റുകൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടും. നിങ്ങളെ വീഡിയോസിന് വന്ന എല്ലാ കമന്റ്സും നിങ്ങൾക്ക് നഷ്ടപ്പെടും. അതുപോലെ തന്നെ നിങ്ങളൊരു കസ്റ്റം URL നിങ്ങളെ ചാനലിന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് നഷ്ടമാവും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഇത് നിങ്ങൾ ഈ രീതിയിൽ ഒരു ബ്രാൻഡഡ് ചാനലിലേക്ക് നിങ്ങൾ സ്വിച്ച് ചെയ്യുന്ന സമയത്ത്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ നോക്കാം, നമ്മളെ ചാനൽ ബ്രാൻഡഡ് ചാനലാണോ അതോ പേഴ്സണൽ ചാനലാണോ എന്നുള്ളത്. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യുക എന്നുള്ളത്, ഞാനിവിടെ ജസ്റ്റ് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ അതിൽ നമ്മളിവിടെ പ്രൊഫൈൽ ഇമേജിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് ഈ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ വ്യൂ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഈ വ്യൂ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും മൂവ് ചാനൽ ടു എ ബ്രാൻഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നമ്മളെ പേഴ്സണൽ ചാനലിനെ ബ്രാൻഡഡ് ചാനലായിട്ട് മാറ്റുന്നത്. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് നിങ്ങളെ പേഴ്സണൽ ചാനലിൽ മാത്രമേ കാണാൻ പറ്റൂ. അതായത് നിങ്ങളെ ചാനൽ ഒരു പേഴ്സണൽ യൂട്യൂബ് ചാനലാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഓപ്ഷൻ ഇങ്ങനെ കാണിക്കുള്ളൂ. അപ്പം ഒരു ബ്രാൻഡഡ് ചാനലാണെങ്കിൽ എങ്ങനെയായിരിക്കും ഈ ഓപ്ഷൻ കാണിക്കുക, നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ എൻ്റെ ചാനലിൽ ഞാനിവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിലും ഞാൻ ഇതേപോലെ നേരെ സെറ്റിങ്സിൽ വരുവാണ്. സെറ്റിങ്സിൽ വന്നതിന് ശേഷം ഇവിടെ വ്യൂ അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ മൂവ് ചാനൽ ടു യുവർ ഗൂഗിൾ അക്കൗണ്ട് ഓർ ടു എ ഡിഫറെൻറ്റ് ബ്രാൻഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും കാണിക്കുക. ഇപ്പം നിങ്ങളുടെ ചാനൽ എടുത്തിട്ട് ഈ സെറ്റിങ്സിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെയാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആ ചാനൽ ഒരു ബ്രാൻഡഡ് ചാനലായിരിക്കും. എന്നാൽ നിങ്ങളൊരു പേഴ്സണൽ ചാനലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ കാണിച്ച പോലെ ഈ രീതിയിലായിരിക്കും കാണിക്കുക, മൂവ് ചാനൽ ടു എ ബ്രാൻഡഡ് അക്കൗണ്ട് ആണ്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളെ ഇമെയിൽ ID പാസ്വേഡ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ ഈ ഒരു ചാനലിനെ നിങ്ങൾക്ക് നേരെ ബ്രാൻഡഡ് ചാനലാക്കി മാറ്റാൻ പറ്റും. ഈ ബ്രാൻഡഡ് ചാനലാകുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും തന്നെ നഷ്ടപ്പെടുന്നില്ല. നിങ്ങൾക്ക് അതിലെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും തന്നെ വ്യൂസോ കാര്യങ്ങളോ ഒന്നും നഷ്ടപ്പെടാതെ തന്നെ നിങ്ങൾക്ക് നേരെ ബ്രാൻഡഡ് ചാനലിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ലൈക്ക് ചെയ്യുക, നിങ്ങളെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.